ഹലോ സ്റ്റുഡൻസ്, അപ്പോൾ നമ്മളെ മാത്സിലെ 9ാമത്തെ ചാപ്റ്ററായ പോളിനോമിയൽസ് ആൻഡ് ഇക്വേഷൻസ് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. വളരെ കുഞ്ഞൊരു ചാപ്റ്ററാണ് അല്ലേ, അധികം വലിയ കാര്യങ്ങളൊന്നും നമുക്ക് പഠിക്കാനില്ല, വളരെ സിമ്പിളായിട്ട് നമുക്ക് പഠിക്കാവുന്ന ഒരു ചാപ്റ്ററാണ് പോളിനോമിയൽസ് ആൻഡ് ഇക്വേഷൻസ്. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് നോക്കാം, അതിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. ഓക്കെ, റൈറ്റ് ദ ഫോളോയിങ് സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽസ് ആസ് എ പ്രൊഡക്റ്റ് ഓഫ് ടു ഫസ്റ്റ് ഡിഗ്രി ഫാക്ടേഴ്സ്. ഓക്കെ, തന്നിരിക്കുന്ന ഈ പോളിനോമിയൽസ് എന്ത് ചെയ്യുക, പ്രൊഡക്റ്റ് ഓഫ് ടു ഫസ്റ്റ് ഡിഗ്രി ഫാക്ടേഴ്സ് ആയിട്ട് എഴുതാനായിട്ടാണ് പറഞ്ഞത്. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ നോക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്കറിയാം x² - 2 അല്ലേ. x² - 2 എന്ന് പറയുമ്പോൾ ഇവിടെ എന്തൊക്കെയുണ്ട്, ഒരു x² ടേമും ഉണ്ട് അല്ലേ, ഇവിടെ ഒരു x² ടേമും ഉണ്ട്, അതേപോലെ തന്നെ ഒരു കോൺസ്റ്റൻറ്റും ഉണ്ട്, ശരിയല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് ഇങ്ങനത്തെ രീതിയിലൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ഒരു x² ടേമും അതേപോലെ തന്നെ ഒരു കോൺസ്റ്റൻറ്റ് x² - 2 എന്ന് പറയുന്ന ഒരു ചോദ്യം അല്ലെങ്കിൽ ഈ ഒരു രീതിയിലുള്ള ഒരു ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ മക്കളിത് ചെയ്യാനായിട്ട് നമ്മളൊരു ഐഡൻറ്റിറ്റി നമ്മൾ ചെറിയ ക്ലാസ് മുതൽ നിങ്ങൾ പഠിക്കുന്നുണ്ടാവും. എന്താ, x² - y² ഇസ് ഈക്വൽ ടു എന്താ, x + y ഇൻറ്റു x മൈനസ് വൈ, ശരിയല്ലേ? x + y ഇൻറ്റു x മൈനസ് വൈ, ഈ ഒരു രീതിയാണ് നമ്മളിവിടെ എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ഒന്നുകൂടി പറയാം, ഐഡൻറ്റിറ്റി ഒന്നും കൂടി തന്നെയാണ്. x² - y² എന്ന് പറഞ്ഞാൽ എന്താ, x + y ഇൻറ്റു x മൈനസ് വൈ ആണ്. ഇത് നമ്മൾ ചെറിയ ക്ലാസ് മുതലേ നിങ്ങൾ പഠിച്ചു വരുന്ന ഒരു ഐഡൻറ്റിറ്റിയാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇത് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് x² - 2 എന്നാണ് അല്ലേ. x² - 2 നമുക്ക് എങ്ങനെ എഴുതാം മക്കളെ? x² - 2 എന്ന് പറയുമ്പോൾ ഇവിടെ സ്ക്വയർ ഉണ്ടല്ലേ, എക്സിന് ഇവിടെ ഒരു സ്ക്വയർ ഉണ്ട്. ഓക്കെ, അതേപോലെ നമുക്ക് 2നും സ്ക്വയർ കൊടുത്താൽ നമ്മൾ ഈ ഒരു ഫോമാറ്റിലേക്ക് ആവില്ല, x² - y² എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് ഇത് മാറൂലേ. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ 2നെ നമുക്ക് എന്ത് ചെയ്യണം, സ്ക്വയർ ആയിട്ട് എക്സ്പ്രസ് ചെയ്യണം. 2 എന്ന് പറയുന്നത് ഏതെങ്കിലും നമ്പർ സ്ക്വയർ ആണോ, 2 എന്ന് പറയുന്നത് ഏതെങ്കിലും നമ്പർ സ്ക്വയർ ആണോ എന്ന് ആലോചിച്ച് നോക്കി. നമുക്കറിയാവുന്ന പെർഫെക്റ്റ് സ്ക്വയറുകൾ വെച്ച് നോക്കുമ്പോൾ നമുക്ക് എന്തായാലും 2 എന്തല്ല പെർഫെക്റ്റ് സ്ക്വയർ അല്ല അല്ലേ. പക്ഷെ നമുക്ക് എഴുതാം x² - 2 എന്ന് പറയുമ്പോൾ √2² എന്ന് എഴുതിക്കൂടെ. 2നെ നമുക്ക് എന്ത് എഴുതാം, √2² എന്ന് എഴുതാം അല്ലേ, √2², ശരിയല്ലേ? √2ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ സ്ക്വയർ റൂട്ട് ക്യാൻസൽ ആയി പോയാൽ 2 തന്നെയല്ലേ, അപ്പോൾ മാറുന്നില്ല, ഇവിടെയും 2 ആണ് ഇവിടെയും 2 തന്നെയാണ് അല്ലേ. അപ്പോൾ എന്ത് ചെയ്യുന്നില്ല, മാറ്റങ്ങളൊന്നും സംഭവിക്കുന്നില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, x² - √2² എന്ന് പറഞ്ഞിട്ട് x² - 2നെ എഴുതാം. ഓക്കെ അല്ലേ? ഇപ്പോൾ ഇതെന്തായി, ഇപ്പോൾ നമുക്ക് നോക്കിയാൽ അറിയാം x² - y² ഫോമില ആയില്ലേ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മക്കളെ x² - y² ആണെന്നുണ്ടെങ്കിൽ എന്താ സംഭവം, x + y ഇൻറ്റു x മൈനസ് വൈ അല്ലേ, x + y ഇൻറ്റു x മൈനസ് വൈ. അപ്പോൾ x പ്ലസ് വൈക്ക് പകരം ഇവിടെ √2 ആണ്. ഓക്കെ, അപ്പോൾ x + √2 ഇൻറ്റു x മൈനസ് √2, ഇതാണ് ഇതിൻ്റെ രണ്ട് ഫസ്റ്റ് ഡിഗ്രി ഫാക്ടേഴ്സ്. ഓക്കെ, ഫസ്റ്റ് ഡിഗ്രി ഫാക്ടേഴ്സ്. ഇനി നമ്മൾ അടുത്ത ചോദ്യം നോക്കണേ, x² - 9, അതും ഇതേപോലെ തന്നെ ചെയ്യാം അല്ലേ. x² - 9, x² - 9. ഓക്കെ അല്ലേ? ഇവിടെ എക്സിന് സ്ക്വയർ ഉണ്ട്, ഇവിടെ 9നും കൂടി സ്ക്വയർ വന്നാൽ നല്ലതായിരിക്കും അല്ലേ. അപ്പോൾ 9നും കൂടി നമുക്ക് സ്ക്വയർ വരുത്തണമെന്നുണ്ടെങ്കിൽ എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം, 9നെ സ്ക്വയർ ആയിട്ട് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം, x² - 3² അല്ലേ, 3ന്റെ സ്ക്വയർ ആണ് 9. അപ്പോൾ x² - 3², ഇതിപ്പോൾ എന്തുപോലെ ആയി, x മൈനസ് വൈ ദ ഹോൾ സ്ക്വയർ പോലെ ആയില്ലേ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ x² - y² എന്ന് പറഞ്ഞാൽ എന്താ, x + y ഇൻറ്റു x മൈനസ് വൈ ആണ് അല്ലേ. അപ്പോൾ x + 3 ഇൻറ്റു x മൈനസ് 3. ഓക്കെ, ഇതാണ് എന്ത്, ഇതിൻ്റെ ഫസ്റ്റ് ഡിഗ്രി x² - 3 9ൻ്റെ രണ്ട് ഫസ്റ്റ് ഡിഗ്രി ഫാക്ടേഴ്സ്. ഓക്കെ, ഇനി അതേപോലെ x² - 5, x² - 5. ഓക്കെ, x² - 5, ഇവിടെയും നമുക്ക് എന്താ 5നെ സ്ക്വയർ ആയിട്ട് എക്സ്പ്രസ് ചെയ്യണം അല്ലേ. 5നെ സ്ക്വയർ ആയിട്ട് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം, 5 പെർഫെക്റ്റ് സ്ക്വയർ ഒന്നല്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, √5ന്റെ സ്ക്വയർ ആയിട്ട് എഴുതാം അല്ലേ. √5ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ ഇവിടെയും നമുക്ക് എന്ത് ചെയ്യാം, റൂട്ടും സ്ക്വയർ ക്യാൻസൽ ആയി പോയാൽ 5 അല്ലേ കിട്ടുന്നത്. അപ്പോൾ x² - 5 √5². ഓക്കെ, അങ്ങനെയാണെങ്കിൽ x പ്ലസ് വൈക്ക് പകരം ഇവിടെ എന്താ, √5 ആണ്. അപ്പോൾ x പ്ലസ് √5 ഇൻറ്റു x മൈനസ് √5. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇത് നിങ്ങൾ ഒന്നിട്ടേക്ക് ചെയ്ത് നോക്കാം. x² - 1 എങ്ങനെ എഴുതും, ഫസ്റ്റ് ഡിഗ്രി ഫാക്ടേഴ്സ് ആയിട്ട് എങ്ങനെ എഴുതും എന്നുള്ളത് നിങ്ങൾ ഇതേപോലെ സിമിലർ ആയിട്ട് ചെയ്ത് നോക്കാം. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം എന്ന് പറയാം, x² - 16x റൈറ്റ് ദ ഫോളോയിങ് സെക്കൻഡ് ഡിഗ്രി. ഇതും സെയിം ക്വസ്റ്റ്യൻ ആണ്. തന്നിരിക്കുന്ന ഈ പോളിനോമിയൽസിന് എന്ത് ചെയ്യുക, സെക്കൻഡ് ഡിഗ്രി രണ്ട് ഫസ്റ്റ് ഡിഗ്രി ഫാക്ടേഴ്സ് ആയിട്ട് എന്ത് ചെയ്യുക, എഴുതാനായിട്ടാണ് പറഞ്ഞത്. രണ്ട് പ്രൊഡക്റ്റ് ഓഫ് ടു ഫസ്റ്റ് ഡിഗ്രി ഫാക്ടേഴ്സ് ആയിട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് നോക്കാം, x² - 16x അല്ലേ. ഇവിടെ ആരൊക്കെ ഉണ്ട് മക്കളെ, x² - 16x എന്ന് പറയുമ്പോൾ
ഒരു എക്സ് സ്ക്വയറിൻ്റെ ടേമും ഉണ്ട്, ഒരു എക്സിൻ്റെ ടേമും ഉണ്ട്. ഓക്കെ അല്ലേ? ഇവിടെ നമുക്ക് എന്ത് ചെയ്യണ്ട, ഇവിടെ ആരില്ല, നമുക്ക് ഈ ഒരു ഇക്വേഷനിൽ കോൺസ്റ്റന്റ് ഇല്ല അല്ലേ. നേരത്തെ ഇക്വേഷൻ നോക്കണമെങ്കിൽ ഒരു എക്സ് സ്ക്വയറും കോൺസ്റ്റന്റും ആയിരുന്നു. ഈ ഇക്വേഷൻ നോക്കണമെങ്കിൽ എക്സ് സ്ക്വയറും ഉണ്ട്, 16x എക്സിൻ്റെ ടേമും ഉണ്ട്, കോൺസ്റ്റന്റ് ആയിട്ട് ആളില്ല. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ രണ്ട് ഫസ്റ്റ് ഡിഗ്രി ഫാക്ടേഴ്സ് ആരാണെന്ന് കണ്ടുപിടിക്കാനാണ് മക്കളെ നിങ്ങൾ കഷ്ടപ്പെടേണ്ട, നമുക്ക് ഒരു എളുപ്പ വഴിയിലൂടെ പഠിക്കാം. ഓക്കെ, ഇവിടുത്തെ രണ്ട് ഫസ്റ്റ് ഡിഗ്രി ഫാക്ടേഴ്സ് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തായാലും ഇവിടെ കോൺസ്റ്റന്റ് ഇല്ലല്ലോ, ഒരു കോൺസ്റ്റന്റ് ഇവിടെ മിസ്സിംഗ് ആണ് അല്ലേ. അപ്പോൾ കോൺസ്റ്റന്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒരു ഫാക്ടർ നമുക്ക് ഉറപ്പിക്കാം, ഒരു ഫാക്ടർ ഉറപ്പായിട്ടും ആരാണ്, എക്സ് ആണ്. ഓക്കെ, ഒരു ഫാക്ടർ ഉറപ്പായിട്ടും ആരാണ്, എക്സ് ആണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ ഫാക്ടർ കണ്ടുപിടിക്കാനായിട്ട് ഈ എക്സ് സ്ക്വയർ മൈനസ് 16x എന്ന് പറയുന്ന ഇക്വേഷനെ രണ്ടുപേരെയും എന്ത് വെച്ച് ഡിവൈഡ് ചെയ്യുക, എക്സ് വെച്ച് ഒന്ന് ഡിവൈഡ് ചെയ്യുക. ഓക്കെ അല്ലേ, എക്സ് വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താവും, നമുക്ക് മുകളിൽ എക്സ് സ്ക്വയർ അല്ലേ, അപ്പോൾ എക്സ് സ്ക്വയറിന് എക്സ് ഇൻറ്റു എക്സ് എന്ന് ചെയ്താലോ, എക്സ് ഇൻറ്റു എക്സ് ഡിവൈഡ് ബൈ എക്സ് മൈനസ് 16x ബൈ എക്സ്. ഓക്കെ, ഇവിടുന്ന് ഒരു എക്സും ക്യാൻസലായി പോകുന്നു, ഇവിടുന്ന് ഒരു എക്സും ക്യാൻസലായി പോകുന്നു. അപ്പം എന്ത് കിട്ടി, എക്സ് മൈനസ് 16 എന്ന് കിട്ടി. ശരിയല്ലേ? അപ്പോൾ ഇയാളാണ് രണ്ടാമത്തെ ഫാക്ടർ, എക്സ് ഇൻറ്റു എക്സ് മൈനസ് 16. ഇതാണ് ഇതിൻ്റെ ഫസ്റ്റ് ഡിഗ്രി പ്രൊഡക്റ്റ് ഓഫ് ടു ഫസ്റ്റ് ഡിഗ്രി ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അതേപോലെ നമുക്ക് രണ്ടാമത്തെ ചെയ്യാലോ, എക്സ് സ്ക്വയർ പ്ലസ് എക്സ് അല്ലേ, എക്സ് സ്ക്വയർ പ്ലസ് എക്സ്. ഓക്കെ അല്ലേ, എക്സ് സ്ക്വയർ പ്ലസ് എക്സ്. ഇവിടെയും നമ്മൾ നോക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ എന്തുണ്ട്, എക്സ് സ്ക്വയറിൻ്റെ ടേം ഉണ്ട്, ഒരു എക്സിൻ്റെ ടേം ഉണ്ട് അല്ലേ. കോൺസ്റ്റന്റ് ഇല്ല, കോൺസ്റ്റന്റ് ഇല്ലെങ്കിൽ ഉറപ്പായിട്ടും ഒരു ഫാക്ടർ ആരാ, എക്സ് ആണ്. ഓക്കെ അല്ലേ? ഇനി രണ്ടാമത്തെ ഫാക്ടർ കണ്ടുപിടിക്കാൻ നമുക്ക് ഇയാൾ എന്ത് ചെയ്യാം, എക്സ് വെച്ച് ഈ ഇക്വേഷനിലുള്ള രണ്ട് പേരെയും നമുക്ക് എക്സ് വെച്ച് ഡിവൈഡ് ചെയ്യാം. ഓക്കെ അല്ലേ? എക്സ് സ്ക്വയർ ബൈ എക്സ് എന്ന് പറയുമ്പോൾ സ്ക്വയറും എക്സും ക്യാൻസലായി പോയി, എക്സ് ബൈ എക്സ് എന്ന് പറയുമ്പോൾ എക്സും ക്യാൻസലായി പോയി. അപ്പോൾ എക്സ് പ്ലസ് ഇവിടെ രണ്ടുപേരും ക്യാൻസലായി പോയ സ്ഥിതിക്ക് ഇവിടെ എന്ത് വരും, 1 വരും. ഓക്കെ അല്ലേ? അപ്പോൾ എക്സ് പ്ലസ് 1 ആണ് അടുത്ത ഫാക്ടർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 1, എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 1 ആണ് എന്തിൻ്റെ, എക്സ് സ്ക്വയർ പ്ലസ് എക്സിൻ്റെ പ്രൊഡക്റ്റ് ഓഫ് ടു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ അല്ലെങ്കിൽ ഫാക്ടേഴ്സ്. ഓക്കെ, അതേപോലെ നമുക്ക് മൂന്നാമത്തെ ചെയ്യാലോ, എക്സ് സ്ക്വയർ പ്ലസ് 8x അല്ലേ, എക്സ് സ്ക്വയർ പ്ലസ് 8x. ഇവിടെയും നമ്മൾ നോക്കണമെന്നുണ്ടെങ്കിൽ എക്സ് സ്ക്വയറിൻ്റെ ടേം ഉണ്ട്, എക്സിൻ്റെ ടേം ഉണ്ട്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഫാക്ടർ ആരാണെന്ന് ഉറപ്പിക്കാം, എക്സ് തന്നെയാണെന്ന് നമുക്ക് ഉറപ്പിക്കാം. ഓക്കെ, ഇനി അടുത്ത ഫസ്റ്റ് ഡിഗ്രി ഫാക്ടറിനെ കണ്ടുപിടിക്കാനായിട്ട് ഇക്വേഷൻ എന്ത് ചെയ്യുക, എക്സ് വെച്ച് ഡിവൈഡ് ചെയ്യുക, രണ്ടുപേരെയും എക്സ് വെച്ച് ഡിവൈഡ് ചെയ്യുക. സ്ക്വയറും എക്സും ക്യാൻസൽ ആവുന്നു, എക്സും ക്യാൻസൽ ആവുന്നു. അപ്പോൾ എക്സ് പ്ലസ് 8. ഓക്കെ അല്ലേ? അപ്പോൾ എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 8 ആണ് ഇതിൻ്റെ ടു ഫസ്റ്റ് ഡിഗ്രി ഫാക്ടേഴ്സ്. ഓക്കെ അല്ലേ? വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ചോദ്യമാണ് മക്കളെ, വിട്ട് കളയരുത്. ഓക്കെ, ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ, റൈറ്റ് ദ ഫോളോയിങ് സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽസ് ആസ് ദ പ്രൊഡക്റ്റ് ഓഫ് ടു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽസ്. ഇവിടെയും ചോദ്യം സെയിം ആണ്, പക്ഷേ ഇക്വേഷൻ ഒന്ന് മാറിയിട്ടുണ്ട്. ഇവിടെ എല്ലാവരും ഉണ്ട് അല്ലേ, എല്ലാവരും പ്രസൻ്റ് ആണ്. എക്സ് സ്ക്വയർ ഉണ്ട്, എക്സിൻ്റെ ടേം ഉണ്ട്, കോൺസ്റ്റന്റ് ഉണ്ട്. ഓക്കെ അല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ വേറെ വഴിയൊന്നുമില്ല. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഒന്നില്ലെങ്കിൽ സ്ക്വയർ കംപ്ലീഷൻ ഉപയോഗിച്ച് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ ക്വാഡ്രാറ്റിക് ഫോർമുല ഉപയോഗിച്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ക്വാഡ്രാറ്റിക് ഫോർമുല ഉപയോഗിക്കാം. നമ്മുടെ ഇക്വേഷൻ എന്താ, എക്സ് സ്ക്വയർ മൈനസ് എക്സ് മൈനസ് 42. ഓക്കെ അല്ലേ? അപ്പോൾ ആദ്യം ക്വാഡ്രാറ്റിക് ഫോർമുല ഉപയോഗിക്കുന്നതിന് മുമ്പ് ആദ്യം എയും ബിയും സിയും എത്രയാണ് നിങ്ങൾ എഴുതുക. ഓക്കെ, എ എന്ന് പറഞ്ഞാൽ എന്താ, എക്സ് സ്ക്വയറിന് കൂടെയുള്ള ആൾ അല്ലെങ്കിൽ എക്സ് സ്ക്വയറിന് കോഎഫിഷ്യന്റ്. എക്സ് സ്ക്വയറിന് കൂടെ ഇവിടെ ആരുമില്ല, അപ്പോൾ എ എത്രയാണ്, 1. ബി എന്ന് പറയുമ്പോൾ എന്താ, എക്സിൻ്റെ കോഎഫിഷ്യന്റ് അല്ലേ. എക്സിൻ്റെ കോഎഫിഷ്യന്റ് എന്ന് പറയുമ്പോൾ ഇവിടെ ആരാ, എക്സിൻ്റെ കൂടെ ഇവിടെ ആരുമില്ല, പക്ഷെ ഒരു നെഗറ്റീവ് സൈൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ നെഗറ്റീവ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ എക്സിൻ്റെ കോഎഫിഷ്യന്റ് -1, അതായത് ബിന്റെ വാല്യൂ എത്ര, -1. ഓക്കെ അല്ലേ? ഇനി സി എന്ന് പറയുമ്പോൾ ആരാ, കോൺസ്റ്റന്റ് ആയിട്ടുള്ളത്. സി എന്ന് പറയുമ്പോൾ കോൺസ്റ്റന്റ് ആരാ, -42. നെഗറ്റീവ് ശ്രദ്ധിക്കണം കേട്ടോ, നെഗറ്റീവ് പല ആളുകളും വിട്ടുകളയും. നെഗറ്റീവ് ചില്ലർക്കാരനല്ല, അവന് വിട്ടുകളയരുത്. ഓക്കെ, അപ്പോൾ എയും ബിയും സിയും കിട്ടി. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുക്കാം, എക്സ് ഇസ് ഈക്വൽ ടു -b പ്ലസ് ഓർ മൈനസ് ക്വാഡ്രാറ്റിക് ഫോർമുല എന്താ, -b പ്ലസ് ഓർ മൈനസ് √(b സ്ക്വയർ മൈനസ് 4ac ഹോൾ ഡിവൈഡ് ബൈ 2a. ഓക്കെ അല്ലേ? അപ്പോൾ മൈനസ് ബി എന്ന് പറയുമ്പോൾ മൈനസ്, ഇത് ഇക്വേഷനിലുള്ള മൈനസ് ആണ്, ഇപ്പോൾ ഞാൻ ഇട്ടത്. ഓക്കെ അല്ലേ? ഇനി ബി എന്താ, -1. അപ്പോൾ -1 പ്ലസ് ഓർ മൈനസ് √(b സ്ക്വയർ). ബി സ്ക്വയർ എന്ന് പറയുമ്പോൾ -1ന്റെ സ്ക്വയർ മൈനസ് 4ac. 4 ഇൻറ്റു എ എന്ന് പറയുമ്പോൾ 1 ഇൻറ്റു സി എന്ന് പറയുമ്പോൾ -42. ഓക്കെ അല്ലേ? ഹോൾ ഡിവൈഡ് ബൈ 2a. 2 ഇൻറ്റു എ എത്രയാ, 1. ഓക്കെ, ഇനി മൈനസും എന്തായി, രണ്ടും കൂടി ക്യാൻസൽ ആയി പോയിട്ട് പ്ലസ് ആയി അല്ലേ. +1 പ്ലസ് ഓർ മൈനസ്
റൂട്ട് ഓഫ് ബി സ്ക്വയർ എന്ന് പറയുമ്പോൾ -1² എത്രയാണ് 1 -4 ഇൻറ്റു 1 ഇൻറ്റു -42. ഇവിടെ ഈ നെഗറ്റീവും കൂടി ഇൻറ്റു ചെയ്യുമ്പോൾ എന്തായി പോസിറ്റീവായി. ഓക്കെ അല്ലേ. ഇനി 4 ഇൻറ്റു 42 എന്ന് പറയുമ്പോൾ എത്രയാണ് മക്കളെ 4 ഇൻറ്റു 42 എന്ന് പറയുമ്പോൾ 168 അല്ലേ. 168 ഹോൾ ഡിവൈഡ് ബൈ 2 ഇൻറ്റു 1 എന്ന് പറയുമ്പോൾ 2. ഓക്കെ അല്ലേ. അപ്പോൾ 1 + or മൈനസ് റൂട്ട് ഓഫ് 1 + 168 എന്ന് പറയുമ്പോൾ 169 ഡിവൈഡ് ബൈ 2 ഈക്വൽ ടു 1 + or മൈനസ് റൂട്ട് 169 എന്ന് പറഞ്ഞാൽ ആരുടെ സ്ക്വയറാ അല്ല ആരുടെ റൂട്ടാ 13 അല്ലേ. റൂട്ട് 169 എന്ന് പറയുമ്പോൾ 13 ഡിവൈഡഡ് ബൈ 2. ഓക്കെ അല്ലേ. ഇത് നമുക്ക് ഇവിടെ നിന്ന് എന്ത് ചെയ്യാം, ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ + or മൈനസ് നമുക്ക് എന്തെങ്കിലും സ്പ്ലിറ്റ് ചെയ്യാം അല്ലേ. അപ്പോൾ നമുക്ക് എഴുതാം ഒന്നിലെ 1 + 13 1 + 13/2 or 1 - 13/2. ഓക്കെ അല്ലേ. അപ്പോൾ 1 + 13/2 എന്ന് പറയുമ്പോൾ 14/2 അല്ലെങ്കിൽ 1 - 13/2 എന്ന് പറയുമ്പോൾ -12/2. 14/2 എന്ന് പറയുമ്പോൾ 7 അല്ലെങ്കിൽ -12/2 എന്ന് പറയുമ്പോൾ -6. ഓക്കെ അല്ലേ. അപ്പോൾ എക്സിന് നമുക്ക് രണ്ട് വാല്യൂസ് കിട്ടി. എക്സ് ഇസ് ഈക്വൽ ടു നമുക്കിപ്പോൾ രണ്ട് വാല്യൂസ് കിട്ടി. എന്തൊക്കെയാ 7ഉം കിട്ടി, അതേപോലെ തന്നെ ഓക്കെ എക്സ് ഇസ് ഈക്വൽ ടു 7ഉം കിട്ടി, അതേപോലെ തന്നെ എക്സ് ഇസ് ഈക്വൽ ടു -12 അല്ലല്ലോ -6ഉം കിട്ടി. ഓക്കെ അല്ലേ. ഇനി ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് എന്താ, ക്വസ്റ്റ്യൻ നമ്മൾ ശ്രദ്ധിക്കാം. ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് റൈറ്റ് ദ ഫോളോയിങ് സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ആസ് ദ പ്രൊഡക്റ്റ് ഓഫ് 2 ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ. രണ്ട് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലിന്റെ പ്രൊഡക്റ്റ് ആയിട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് എക്സ് കണ്ടുപിടിക്കാനല്ല പറഞ്ഞിരിക്കണേ അല്ലേ. എക്സ് നമ്മൾ കണ്ടുപിടിച്ചു, പക്ഷെ ഇനി ഇവരെന്താക്കണം പ്രൊഡക്റ്റ് ഓഫ് 2 ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലായിട്ട് നമ്മൾ എഴുതണം. ഓക്കെ അതെങ്ങനെ എഴുതാം, ഒന്നുമില്ല ഈ 7നെ എന്ത് ചെയ്യുക ഇപ്പുറത്തോട്ട് കൊണ്ടുവരാം, ഈ -6നെ ഇപ്പുറത്തോട്ട് കൊണ്ടുവരാം, എക്സിന്റെ സ്ഥലത്തോട്ട് കൊണ്ടുവരാം. അപ്പം എന്താവും എക്സ് പോസിറ്റീവ് സൈൻ ഇപ്പുറം വരുമ്പോൾ -7 എന്നിട്ട് ഒരു ബ്രാക്കറ്റിൽ ഇട്ട് കൊടുക്കുക. ഓക്കെ അല്ലേ. അതേപോലെ ഈ -6 ഇപ്പുറം വരുമ്പോൾ x + 6 അത് ഒരു ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കുക. ഇതാണ് x² - x - 42 എന്ന് പറയുന്ന സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനെ എന്താക്കി എക്സ്പ്രസ് ചെയ്യുമ്പോൾ പ്രൊഡക്റ്റ് ഓഫ് 2 ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽസ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ഓക്കെ അല്ലേ. ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു ക്വാഡ്രാറ്റിക് ഫോർമുല ഉപയോഗിച്ച് സോൾവ് ചെയ്ത് എക്സിന് രണ്ട് വാല്യൂസ് കണ്ടുപിടിച്ചു. അവരെന്ത് ചെയ്തു രണ്ടുപേരും ഇപ്പുറത്തോട്ട് എക്സിന്റെ കൂടെ കൊണ്ടുവന്നപ്പോൾ അതെന്തായി എന്നിട്ട് ഒരു ബ്രാക്കറ്റിൽ ഇട്ടാൽ ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽസിന്റെ പ്രൊഡക്റ്റ് ആയി. ഓക്കെ അല്ലേ. അപ്പോൾ ബാക്കിയുള്ള ചോദ്യങ്ങളും ഇതേപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക ചെയ്ത് നോക്കാം. ഇതേപോലെ തന്നെ സിമിലർ ആയിട്ട് ബാക്കിയുള്ള 3 ചോദ്യങ്ങൾ നിങ്ങൾ ചെയ്ത് നോക്കുക. ഓക്കെ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് x + 2 ഇസ് ദ ഫാക്ടർ ഓഫ് x² + mx + 18. ഓക്കെ അപ്പോൾ ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ പറഞ്ഞിട്ടുണ്ട് x² + mx + 18 അല്ലേ. ഇതിൻ്റെ ഒരു ഫാക്ടർ ആണ് എന്ത് x + 2. ഓക്കെ അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ വാല്യൂ ഓഫ് m. അങ്ങനെയാണെങ്കിൽ എമ്മിൻ്റെ വാല്യൂ എത്രയാണ് മക്കളെ ഇവിടെ x + 2 ഫാക്ടർ ആണെന്ന് പറഞ്ഞിട്ടില്ലേ. x + 2 എന്താന്ന് പറഞ്ഞിട്ട് ഫാക്ടർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ സൊല്യൂഷൻ എത്രയായിരിക്കും കണ്ടുപിടിക്കുക. x + 2 ഫാക്ടർ ആണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം x + 2 = 0 എന്ന് എഴുതാൻ പറ്റും. ഓക്കെ ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ്റെ ഫാക്ടർ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതിനെന്ത് = 0 എന്ന് ഇട്ട് കൊടുക്കുക. ഓക്കെ അല്ലേ. എന്നിട്ട് ഈ +2 നമുക്ക് പുറത്തോട്ടുണ്ടാവും. അപ്പോൾ എന്താകും x = +2 അപ്പുറം -2. ഓക്കെ ഇതാണ് എന്ത് സൊല്യൂഷൻ. ഇതാണ് നമ്മുടെ സൊല്യൂഷൻ. അതായത് എക്സിന്റെ വാല്യൂ എന്താ ഈ ഇക്വേഷനിൽ എക്സിന്റെ വാല്യൂ എത്രയാ -2 ആണ്. ഓക്കെ അല്ലേ. ഇനി എമ്മിന്റെ വാല്യൂ കണ്ടുപിടിക്കാല്ലേ ഒന്നുമില്ല, ഈ -2 നേരെ എടുത്ത് നമുക്ക് ഇതേ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ അല്ലേ. അപ്പോൾ ഇട്ട് കൊടുക്കുമ്പോൾ എന്ത് വരും നമ്മുടെ ഇക്വേഷൻ എന്താ x² + mx + 18 അല്ലേ. അപ്പോൾ എക്സിന്റെ വാല്യൂ -2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ -2² + mx എന്ന് പറയുമ്പോൾ m × -2 + 18 ഓക്കെ equal to 0. -2² എന്ന് പറയുമ്പോൾ 4 പ്ലസ് m × -2 എന്ന് പറയുമ്പോൾ -2. ഓക്കെ അപ്പോൾ -2 + 18 = 0. ഓക്കെ അല്ലേ. 4 ഈ പോസിറ്റീവ് നെഗറ്റീവ് കൂടി ചേർന്നിട്ട് എന്താവും നെഗറ്റീവ് ആവും. 4 - 2 + 18 = 0. 4 - 2 എന്ന് പറയുമ്പോൾ 2 + 18 = 0. സോറി നമ്മൾ m2 അല്ലേ. ഓക്കെ ഇവിടെ നിന്നൊരു മിസ്റ്റേക്ക് പറ്റി, നമുക്ക് ഒന്നും കൂടി ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമ്മൾ m വിട്ടുപോയി. ഓക്കെ x² എന്ന് പറയുമ്പോൾ -2². ഓക്കെ പ്ലസ് m × x എന്ന് പറയുമ്പോൾ -2 + 18 = 0. ഓക്കെ അല്ലേ. -2² എന്ന് പറയുമ്പോൾ 4. ഓക്കെ ഇനി പ്ലസ് m × -2 പറയുമ്പോൾ -2m + 18 = 0. ഓക്കെ
ഈ പോസിറ്റീവ് നെഗറ്റീവും കൂടി ചേർന്നിട്ട് 4 മൈനസ് 2m പ്ലസ് 18 ഈക്വൽ ടു 0. ഇനി 4ഉം പ്ലസ് 18ഉം അല്ലേ, 4ഉം ഉണ്ട് പ്ലസ് 18ഉം ഉണ്ട്. 4ഉം പ്ലസ് 18ഉം കൂടി ചേരുമ്പോൾ 22 മൈനസ് 2m ഇസ് ഈക്വൽ ടു 0. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ 22ന് ഇപ്പുറത്തോട്ടുണ്ട്. അപ്പോൾ എന്താവും മൈനസ് 2m ഇസ് ഈക്വൽ ടു പോസിറ്റീവ് വലിയ ആള് ഓപ്പറേഷൻ ചെല്ലുമ്പോൾ എന്താവും മൈനസ് 22. ഓക്കെ അല്ലേ, നെഗറ്റീവ് നെഗറ്റീവ് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 2m ഇസ് ഈക്വൽ ടു 22. ഓക്കെ അല്ലേ, നമുക്ക് എം എൽ കണ്ടുപിടിക്കേണ്ട. അപ്പോൾ എമ്മിനെ അവിടെ നിർത്താം. 2ന് ഇപ്പുറത്തോട്ട് വരുമ്പോൾ m ഇസ് ഈക്വൽ ടു 22/2 അല്ലേ. 22/2 എന്ന് പറയുമ്പോൾ എത്രയാ മക്കളെ, 11 അല്ലേ. അപ്പൊ m എത്രയാ, 11. ഓക്കെ, ഇക്വേഷനിൽ എമ്മിന്റെ വാല്യൂ എത്രയാണ്, 11 ആണ്. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ. ഇനി റൈറ്റ് ദ അതർ ഫാക്ടർ ഓഫ് ദിസ് പോളിനോമിയൽ. ഇനി ചോദിച്ചിരിക്കുന്നത് ഈ പോളിനോമിയലിലെ മറ്റൊരു ഫാക്ടർ. ഓൾറെഡി x+2 ഫാക്ടർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അടുത്ത ഫാക്ടർ കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കണം അല്ലേ. അടുത്ത ഫാക്ടർ കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോൾ നമ്മൾ ഇക്വേഷൻ എങ്ങനെയാവും, ഈ എമ്മിനെ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ഇക്വേഷൻ ഇപ്പോൾ എങ്ങനെയാവും, x² പ്ലസ് mx അല്ലേ, എമ്മിന് പകരം 11 അല്ലേ, 11x പ്ലസ് 18. ഓക്കെ, അതിൽ ഓൾറെഡി ഇപ്പോൾ നമുക്ക് എന്തറിയാം, x+2 ഫാക്ടർ ആണെന്ന് അറിയാം. ഓക്കെ, ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, അടുത്ത ഫാക്ടർ. രണ്ട് ഫസ്റ്റ് ഫാക്ടർ ഉണ്ടാവും അല്ലേ, അപ്പോൾ അടുത്ത ഫാക്ടർ എന്താണെന്ന് കണ്ടുപിടിക്കണം. ഒന്നുമില്ല, ഇക്വേഷൻ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ എന്ത് ചെയ്താൽ മതി, സോൾവ് ചെയ്താൽ മതി അല്ലേ. നേരത്തെ ചെയ്ത പോലെ തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ സോൾവ് ചെയ്യുക. ഓക്കെ, ക്ലിയർ അല്ലേ. നേരത്തെ ചെയ്ത പോലെ തന്നെ ക്വാഡ്രാറ്റിക് ഫോർമുല ഉപയോഗിക്കാം. -b + o - b² - 4ac ഹോൾ ഡിവൈഡ് ബൈ 2a. ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്താൽ മതി, സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, അതിന്റെ വാല്യൂ കിട്ടും. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അറ്റ് വാട്ട് പോയിന്റ് ഡസ് ദ ഗ്രാഫ് ഓഫ് ദി പോളിനോമിയൽ 3x² - 7x - 6 ക്രോസ് ദി എക്സ് ആക്സിസ്. ഓക്കെ, അപ്പോൾ ചോദിച്ചിരിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഈ ചോദ്യം കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്, മാർക്ക് ചെയ്ത് പഠിക്കാം കേട്ടോ. ഓക്കെ, ചോദിച്ചിരിക്കുന്നത് അറ്റ് വാട്ട് പോയിന്റ് ഡസ് ദ ഗ്രാഫ് ഓഫ് ദി പോളിനോമിയൽ 3x² - 7x - 6. ഓക്കെ, അപ്പോൾ ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ അല്ലേ, ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ നമുക്കിവിടെ തന്നിട്ടുണ്ട്. 3x² - 7x - 6 എന്ന് പറയുന്ന പോളിനോമിയൽ, ഇതിന്റെ ഗ്രാഫ്. ഓക്കെ, ഇതൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ അല്ലേ മക്കളെ. സെക്കൻഡ് ഡിഗ്രി ഇക്വേഷന്റെ ഗ്രാഫ് എപ്പോഴും ഈ ഒരു ഷേപ്പിലായിരിക്കും ഉണ്ടാവുക. ഓക്കെ അല്ലേ, എപ്പോഴും ഇങ്ങനെ ഒരു യു പോലെ ഒരു പരാബോള ഷേപ്പിലായിരിക്കും എപ്പോഴും എന്തുണ്ടാവുക, സെക്കൻഡ് ഡിഗ്രി. ഈ ഷേപ്പിനെ വിളിക്കുന്ന പരാബോള. ഓക്കെ, അപ്പോൾ ഈ ഒരു ഷേപ്പിലായിരിക്കും എപ്പോഴും എന്തുണ്ടാവുക, സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസിന്റെ ഗ്രാഫ് ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു ഗ്രാഫ് നമ്മൾ നോക്കണമെങ്കിൽ ഇത് എക്സ് ആക്സിസിനെ 2 പോയിന്റിൽ കട്ട് ചെയ്യുന്നുണ്ട് അല്ലേ. എക്സ് ആക്സിനെ ഇവിടെയും കട്ട് ചെയ്യുന്നുണ്ട്, ഇവിടെയും കട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ വെറുതെ ഗസ് ചെയ്തിട്ട് വരയ്ക്കുന്നുണ്ട് ഈ ഗ്രാഫ്. ചിലപ്പോൾ ഇങ്ങനെ തന്നെ ആയിരിക്കണം, ചിലപ്പോൾ ഈ ഗ്രാഫ് എന്തായിരിക്കാം, ചിലപ്പോൾ നിങ്ങൾക്ക് നീങ്ങിയായിരിക്കുന്നത്, എങ്ങനെ വേണമെങ്കിലും പറയാം. ഓക്കെ, വാട്ട് എവർ, നമ്മൾ വെറുതെ ഒരു അസംഷനിൽ എടുക്കണമെങ്കിൽ ഈ ഗ്രാഫ് ഇങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ ഈ 2 പോയിന്റിൽ ഈ ഗ്രാഫ് എന്ത് ചെയ്യുന്നുണ്ട്, എക്സ് ആക്സിനെ ഇവിടെ കട്ട് ചെയ്യുന്നുണ്ട്. ശരിയല്ലേ. അങ്ങനെയാണെങ്കിൽ ഈ 2 പോയിന്റിന്റെയും കോർഡിനേറ്റ്സ് എത്രയായിരിക്കും എന്നാണ് ചോദിച്ചത് അല്ലേ. അറ്റ് വാട്ട് പോയിന്റ്സ്. ഓക്കെ, പോയിന്റ്സ് മതി, അല്ലെങ്കിൽ കോർഡിനേറ്റ്സ്. അപ്പോൾ കോർഡിനേറ്റ്സ് എന്ന് ചോദിക്കാം. ഓക്കെ, നമുക്ക് കോർഡിനേറ്റ്സ് ആയിട്ട് കണ്ടുപിടിക്കാം. എന്തായിരിക്കും നമുക്ക് ഈ കോർഡിനേറ്റിനെ പറ്റി നമുക്ക് അറിയാവുന്ന കാര്യം എന്താ, ഇത് എക്സ് ആക്സിസ് ആണ് അല്ലേ. എക്സ് ആക്സിസ് ആണെങ്കിൽ നമുക്ക് ഈ കോർഡിനേറ്റിൽ പറയാവുന്ന കാര്യം എന്ന് വെച്ചാൽ ഇവിടുത്തെ വൈ കോർഡിനേറ്റ് 2 സ്ഥലത്തും എത്രയായിരിക്കും, 0 ആയിരിക്കും. എക്സ് ആക്സിൽ ഒരു പോയിന്റിലെ വൈ കോർഡിനേറ്റ് 0 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എക്സും കൂടി കിട്ടിക്കഴിഞ്ഞാൽ ഇവിടുത്തെ കോർഡിനേറ്റ് ചെയ്താലോ, പോയിന്റ് ചെയ്താലോ, എക്സ് കിട്ടാനായിട്ട് ഒന്നുമില്ല. ഈ ഇക്വേഷൻ സോൾവ് ചെയ്യാം. ഓക്കെ, ഇക്വേഷൻ സോൾവ് ചെയ്യാല 3x² - 7x - 6 ഇതാണ് ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ ഇത് സോൾവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സോൾവ് ചെയ്യാം. ഓക്കെ, എന്തുപയോഗിക്കാം, നമുക്ക് ക്വാഡ്രാറ്റിക് ഫോർമുല ഉപയോഗിക്കാം. എന്താ, -b ± അല്ലേ. അതിന് മുമ്പ് നമുക്ക് എയും ബിയും സിയും എടുത്തു വെക്കാം. a 3 ആണ്, b -7 ആണ്, c -6 ആണ്. ഓക്കെ അല്ലേ. ഇക്വേഷൻ ഏതാ, -b + o - b² - 4ac ഡിവൈഡഡ് ബൈ 2a. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ -b മൈനസ് ഇത് ഇക്വേഷനിലുള്ള മൈനസ് ആണ് വിട്ടിരിക്കുന്നത്. ഓക്കെ അല്ലേ. ഇനി ബി എന്ന് പറയുമ്പോൾ -7, അപ്പോൾ വീണ്ടും ഒരു മൈനസ് വരും. +or - b² അല്ലേ. b² എന്ന് പറയുമ്പോൾ -7² - 4ac. 4ac എന്ന് പറയുമ്പോൾ 4 × 3 × -6 ഹോൾ ഡിവൈഡ് ബൈ 2a. 2 × 3. ഓക്കെ അല്ലേ. അപ്പോൾ നെഗറ്റീവ് നെഗറ്റീവ് ക്യാൻസൽ ആയിപ്പോയി. 7 +or - √49 -4ഉം അതേപോലെ തന്നെ -6ന്റെ നെഗറ്റീവും കൂടി ചേരുമ്പോൾ എന്താവും, പ്ലസ് ആവും അല്ലേ. അപ്പോൾ പ്ലസ്. ഇനി 4 × 3 12 അല്ലേ. 12 × 6 എന്ന് പറയുമ്പോൾ 72 ഹോൾ ഡിവൈഡ് ബൈ 2 × 3 എന്ന് പറയുമ്പോൾ 6. ഓക്കെ അല്ലേ. ഇനി
7 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 49 പ്ലസ് 72 അല്ലേ. 49 പ്ലസ് 72 എന്ന് പറയുമ്പോൾ റൂട്ട് 121 ഹോൾ ഡിവൈഡ് ബൈ 6. 7 പ്ലസ് ഓർ മൈനസ് റൂട്ട് 121 എന്ന് പറയുമ്പോൾ 11 ഡിവൈഡ് ബൈ 6. ഓക്കെ അല്ലേ. അപ്പോൾ 7 ഇനി ഇവിടെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. 7 പ്ലസ് 11/6 ഉണ്ടാവും, അല്ലെങ്കിൽ 7 മൈനസ് 11/6. ഓക്കെ അല്ലേ. 7 പ്ലസ് 11 എന്ന് പറയുമ്പോൾ 18/6. ഓർ 7 മൈനസ് 11 എന്ന് പറയുമ്പോൾ -4/6. ഓക്കെ അല്ലേ. 18/6 എന്ന് പറയുമ്പോൾ 3. ഓക്കെ. -4/6 എന്ന് പറയുമ്പോൾ നമുക്ക് ഡിവൈഡ് ചെയ്യുമ്പോൾ പോയിന്റ് വരും. നമുക്ക് ഫ്രാക്ഷൻ എടുത്താൽ ചെറുതാക്കാം അല്ലേ. 2ന്റെ ടേബിൾ 2 ടൈംസും 3 ടൈംസ്, അപ്പോൾ -2/3. ഓക്കെ അല്ലേ. അപ്പോൾ എക്സിന് 2 വാല്യൂസ് കിട്ടി, 3യും കിട്ടി, -2/3യും കിട്ടി. ഓക്കെ അല്ലേ. അങ്ങനെയാണെങ്കിൽ ഈ പോയിന്റ് എന്തായിരിക്കും 3,0യും ഈ പോയിന്റ് എന്തായിരിക്കും -2/3,0യും. ഓക്കെ. അപ്പോൾ ഈ 3x² മൈനസ് 7x മൈനസ് 6 എന്ന് പറയുന്ന ഗ്രാഫ് എക്സ് ആക്സിസിനെ കട്ട് ചെയ്യുന്ന പോയിന്റ്സ് എവിടേക്കാ? -2/3,0യും അതേപോലെ തന്നെ 3,0 എന്ന് പറയുന്ന പോയിന്റ്സിലായിരിക്കും കട്ട് ചെയ്യുന്നത്. ഓക്കെ അല്ലേ. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഓക്കെ. അപ്പോൾ അരിത്തമെറ്റിക് സീക്വൻസുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് അടുത്തായിട്ട് വന്നിരിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. നമുക്ക് നോക്കാം. How many terms of the arithmetic sequence 7, 11, 15 starting from the first are to be added to get 168? Okay. 7, 11, 15 എന്ന് പറഞ്ഞു പോകുന്നൊരു അരിത്തമെറ്റിക് സീക്വൻസ് ഉണ്ട്. ഇതിൽ എത്ര പേര് ആഡ് ചെയ്താലാണ് നമുക്ക് 168 എന്ന് പറയുന്ന ഒരു സമ്മ് കിട്ടുന്നത്? ഓക്കെ അല്ലേ. അപ്പോൾ നമുക്ക് സമ്മല്ലേ ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ആദ്യം സമ്മിൻ്റെ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ കണ്ടുപിടിക്കാം. നമ്മൾ അരിത്തമെറ്റിക് സീക്വൻസിൽ പഠിച്ചിട്ടുണ്ട്. സമ്മിൻ്റെ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ കണ്ടുപിടിക്കാൻ ഇക്വേഷൻ a/2n² പ്ലസ് f മൈനസ് a/2n. ഇതാണ് നമ്മളെ സമ്മിൻ്റെ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഓക്കെ അല്ലേ. അപ്പോൾ എ എന്ന് പറഞ്ഞാൽ കോമൺ ഡിഫറൻസ്, എഫ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം അല്ലേ. ഇവിടുത്തെ കോമൺ ഡിഫറൻസ് എത്ര? ഇവിടുത്തെ കോമൺ ഡിഫറൻസ് നമുക്ക് നോക്കി അറിയാം. 7, 11 അല്ലേ. 11 മൈനസ് 7 എന്ന് പറയുമ്പോൾ 4 ഇവിടുത്തെ കോമൺ ഡിഫറൻസ്. ഓക്കെ. അപ്പോൾ 4/2n² പ്ലസ് എഫ് മൈനസ് 7 മൈനസ് 4/2n. ഓക്കെ. അപ്പോൾ 4/2n² എന്ന് പറയുമ്പോൾ 2n² പ്ലസ് 7 മൈനസ് 2n. ഓക്കെ. അപ്പോൾ 2n² പ്ലസ് 5n. ഇതാണ് ഈ അരിത്തമെറ്റിക് സീക്വൻസിന്റെ സമ്മിന്റെ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ. ഓക്കെ അല്ലേ. ഇനി ചോദിച്ചിരിക്കുന്നത് എത്ര പേര് ആഡ് ചെയ്താലാണ് ഈ സീക്വൻസിൽ 168 കിട്ടുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ സമ്മിന്റെ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ ഉണ്ടല്ലോ. സമ്മിന്റെ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ ഇപ്പോൾ നമ്മുടെ കയ്യിലുണ്ട് അല്ലേ. സമ്മിന്റെ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ നമുക്ക് എന്തിനാണ് ഉപയോഗിക്കുന്നത്? സമ്മിന്റെ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ എന്തിനാണ് ഉപയോഗിക്കുന്നത്? സമ്മ് കണ്ടുപിടിക്കാനാണ്. ഓക്കെ. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാം 2n² പ്ലസ് 5n അല്ലേ. 2n² പ്ലസ് 5n ഇത് സമ്മ് കണ്ടുപിടിക്കാനാണ്. പക്ഷെ നമുക്ക് ഓൾറെഡി സമ്മ് അറിയാം. ഈക്വൽ ടു എത്രയാ? 168 അല്ലേ. ഇതിൽ എന്നിന് വാല്യൂ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? സമ്മ് കിട്ടും. പക്ഷെ നമുക്ക് ഇവിടെ സമ്മ് അറിയാം 168. അപ്പോൾ ഈക്വൽ ടു 168 എന്ന് കിട്ടും. ഓക്കെ. നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇവിടുന്ന് വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. എന്നിന്റെ വാല്യൂ എന്ത് ചെയ്താൽ മതി? കണ്ടുപിടിച്ചാൽ മതി. എത്ര ടേംസിന്റെ സമ്മാണെന്ന് പറഞ്ഞാൽ മതി അല്ലേ. ഈക്വേഷനിൽ എന്നിന്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ. അപ്പോൾ എന്ത് ചെയ്യാം? നമുക്ക് ആദ്യം 168 ഇപ്പുറത്തോട്ട് കൊണ്ടുവരാം. അപ്പോൾ 2n² പ്ലസ് 5n മൈനസ് 168 ഈക്വൽ ടു 0. ഓക്കെ അല്ലേ. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ പിന്നെയും ഇതെന്തായിരിക്കുന്നു? നമ്മളൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനിലേക്ക് എത്തിയിരിക്കണേണ് അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെയും സോൾവ് ചെയ്യാലോ. ഇവിടെയും നമുക്ക് സോൾവ് ചെയ്യാൻ ക്വാഡ്രാറ്റിക് ഫോർമുല ഉപയോഗിക്കാം. അപ്പോൾ എന്റെ വാല്യൂ 2 ആണ്, ബിന്റെ വാല്യൂ 5 ആണ്, സിന്റെ വാല്യൂ -168 ആണ്. ഓക്കെ അല്ലേ. ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുത്താൽ -b + (b² - 4ac ഹോൾ ഡിവൈഡ് ബൈ 2a). ഓക്കെ അല്ലേ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ b എന്ന് പറയുന്നത് 5 ± (b² എന്ന് പറയുമ്പോൾ 5² - 4 ഇൻറ്റു a എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു -168. ഓക്കെ അല്ലേ. ഹോൾ ഡിവൈഡ് ബൈ 2a 2 ഇൻറ്റു 2. ഓക്കെ. ഇനി -5 ± (25) 5² എന്ന് പറയുമ്പോൾ 25 4 ഇൻറ്റു 2 ഇൻറ്റു ഈ നെഗറ്റീവും ഈ നെഗറ്റീവും കൂടി ഇൻറ്റു ചെയ്യുമ്പോൾ നമ്മൾ പോസിറ്റീവ് ആവും. ഓക്കെ. ആ കാര്യം നമ്മൾ ശ്രദ്ധിക്കുക. പ്ലസ് ഇനി 4 ഇൻറ്റു 2 ഇൻറ്റു 168 ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 1344 കിട്ടും. ഹോൾ ഡിവൈഡ് ബൈ 2 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ 4. ഓക്കെ അല്ലേ. അപ്പോൾ -5 ± (25 പ്ലസ് 1344) അപ്പോൾ എത്ര കിട്ടും? 1364
9 കിട്ടും. 1369 ഹോൾ ഡിവൈഡ് ബൈ 4. ഓക്കെ അല്ലേ? അപ്പോൾ റൂട്ട് 1369 എന്ന് പറയുന്നത് എത്രയാണ് മക്കളെ? റൂട്ട് 1369 എന്ന് പറയുന്നത് നിങ്ങൾ ഫാക്ടറൈസ് ചെയ്ത് നോക്കുക. ഫാക്ടറൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 37 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? 37/4. ഓക്കെ, അപ്പോൾ -5 ± റൂട്ട് ഓഫ് 37/4. ഓക്കെ അല്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? സ്പ്ലിറ്റ് ചെയ്യാം അല്ലേ? സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ എന്താവും? ഒന്നില്ലെങ്കിൽ -5 + 37/4 അല്ലെങ്കിൽ ഓർ -5 - 37/4. ഓക്കെ, -5 + 37 എന്ന് പറയുമ്പോൾ എത്രയാ? 32 അല്ലേ? 32/4 ഓർ -5 - 37 എന്ന് പറയുമ്പോൾ 37 5 കൂടി കൂട്ടുമ്പോൾ 42, അതേ ചിഹ്നം അല്ലേ? -42/4. ഓക്കെ അല്ലേ? ഇനി 32 / 4 ചെയ്താൽ നമുക്ക് 8 കിട്ടും. ഓർ 42 / 4 ചെയ്താൽ നമുക്ക് 10.5 കിട്ടും. ശരിയല്ലേ? അപ്പോൾ 8 അല്ലെങ്കിൽ 10.5 -10.5 സോറി, ഡിവൈഡ് ചെയ്യുമ്പോൾ -10.5 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് കിട്ടി ഇവിടെ എന്നിൻ്റെ വാല്യൂ അല്ലേ? ഇക്വേഷനിൽ നമ്മൾ കണ്ടുപിടിച്ചത് ഇക്വേഷൻ്റെ വേരിയബിൾ n ആയിരുന്നു. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന എന്നിൻ്റെ വാല്യൂസ് ആണ്. n = ഒന്നില്ലെങ്കിൽ 8 ആകാം, അല്ലെങ്കിൽ n = എന്താവാം? -10.5 ആവാം എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഇനി എന്താണ് നമ്മുടെ n എന്ന് പറയുന്നത്? നമ്പർ ഓഫ് ടേംസ് ആണ്. അരിത്മെറ്റിക് സീക്വൻസ് നമ്പർ ഓഫ് ടേംസ് ആണ്. എത്ര പേരെ കൂട്ടുമ്പോഴാണ് 168 എന്ന് പറയുന്ന സമ്മ് കിട്ടുന്നതെന്നാണ് നമ്മൾ ചോദിച്ചിരിക്കുക. അപ്പം n എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് ടേംസ് ആണ്. ഒരിക്കലും നമ്മൾ നമ്പർ ഓഫ് ടേംസ് എന്താക്കി എടുക്കൂല, നെഗറ്റീവായിട്ടും പോയിന്റ് ഉള്ള ഒരു നമ്പറായിട്ട് എടുക്കൂല. ഓക്കെ, നമുക്ക് ഈ ഒരു വാല്യൂ നമുക്ക് എന്തെങ്കിലും നെഗ്ലക്ട് ചെയ്ത് കളയാം. അത് എന്തില്ല, ശരിയായിട്ടുള്ള വാല്യൂ അല്ല, എന്നിന് വരാവുന്ന ഒരു വാല്യൂ ഇല്ല. അതുകൊണ്ടിട്ട് നമ്മുടെ ആൻസർ എത്രയാണ്? n = 8. 8 പേരുടെ ഈ സീക്വൻസിലെ ആദ്യത്തെ 8 പേരുടെ സം എടുക്കുമ്പോഴാണ് നമുക്ക് എത്ര കിട്ടുന്നത്? 168 കിട്ടുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് അവസാനത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ലാസ്റ്റ് ചോദ്യം. വൺ സൈഡ് ഓഫ് എ ട്രയാങ്കിൾ, റൈറ്റ് ട്രയാങ്കിൾ ഇസ് 1 cm മോർ ദാൻ 3 times the length of the side perpendicular to it. ഓക്കെ, നല്ല രീതിയിൽ ക്വസ്റ്റ്യൻ വായിക്കാം. വൺ സൈഡ് ഓഫ് എ ട്രയാങ്കിൾ ഇസ് 1 cm മോർ ദാൻ, ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഉണ്ട്. ഇവിടെ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ വരക്കാൻ, ഓക്കെ, നമുക്ക് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ വരക്കാം. ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഉണ്ട്. ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ വൺ സൈഡ്, ഒരു സൈഡ് എന്താണെന്നാ പറയുന്നത്? വൺ സൈഡ് മോർ ദാൻ 3 times the length of the side perpendicular to it. ഇതിനോട് പെർപെൻഡിക്കുലർ ആയ മറ്റേ സൈഡ്. ഇപ്പം നമ്മൾ ഈ സൈഡാണ് എടുക്കണമെങ്കിൽ ഇതിനോട് പെർപെൻഡിക്കുലർ ആയ സൈഡാണ് ഇത് അല്ലേ? അല്ലെങ്കിൽ നമ്മൾ ഇതാണ് എടുക്കണമെങ്കിൽ ഇതായിരിക്കും നമ്മളോട് പെർപെൻഡിക്കുലർ. നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യില്ല, ഈ ഹൈപ്പോട്ടന്യൂസ് നമ്മൾ എടുക്കൂല ഇവിടെ. ഓക്കെ, കാര്യം എന്താ? ഹൈപ്പോട്ടന്യൂസിനോട് പെർപെൻഡിക്കുലർ ആയിട്ട് ഇവിടെ ഒരു സൈഡ് ഇല്ല. ഓക്കെ, അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം? ഹൈപ്പോട്ടന്യൂസ് എടുക്കണ്ട. ഓക്കെ, നമുക്ക് ബേസും ഓൾട്ടിറ്റ്യൂഡും മാത്രം എടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഞാൻ ബേസിനെ എക്സ് എന്ന് വിളിച്ചാൽ ഇതിനോട് പെർപെൻഡിക്കുലർ ആയ ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്താ? ഈസ് 1 cm മോർ, ഒന്ന് കൂടുതലാണ്. ഓക്കെ, ഒന്ന് കൂടുതലാണ്. എന്തിനേലും കൂടുതൽ? 3 times the length of the side. ഇതിന്റെ ബേസിന്റെ 3 ടൈംസിനേലും ഒന്ന് കൂടുതലാണ്. ബേസിന്റെ 3 ടൈംസ്, ബേസിന്റെ 3 ടൈംസ് എന്ന് പറയുമ്പോൾ 3x, ഇതിനേലും ഒന്ന് കൂടുതൽ 3x + 1. ഓക്കെ അല്ലേ? അപ്പോൾ ബേസ് എക്സ് ആണെങ്കിൽ നമ്മൾ ഓൾട്ടിറ്റ്യൂഡ് എത്ര? 3x + 1. ഓക്കെ, ഇനി പറഞ്ഞിരിക്കുന്നത് ഏരിയ ഓഫ് ട്രയാങ്കിൾ 77. ഈ ട്രയാങ്കിളിന്റെ ഏരിയ എത്രയാ? 77 ആണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ? ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം, ½ × b × h. ഓക്കെ, നമുക്ക് ആദ്യം ഏരിയ 77 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ½ × b × h ആണ് എത്ര പറഞ്ഞിരിക്കുന്നത്? 77 പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ½ ബേസിന് പകരം x × 77 എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് ആദ്യം ഈ ഹാഫിനെ കൊണ്ടുപോയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അല്ലെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷനെ കുറച്ചുകൂടി ഒഴിവാക്കാം. ഓക്കെ, നമുക്ക് ഈ ഹാഫിനെ അപ്പുറത്തേക്ക് കൊണ്ടുപോകണേണ്. അപ്പോൾ എന്താവും? b × h = 77. ഹാഫ് എന്ന് പറയുന്ന ഫ്രാക്ഷൻ അല്ല, ഫ്രാക്ഷൻ ഈക്വൽ അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്താവും? റെസിപ്രോക്കൽ ആവും. × 2/1 എന്നാവും. ഓക്കെ അല്ലേ? അപ്പോൾ 77 × 2, 77 × 2 എന്ന് പറയുമ്പോൾ 154/1 എന്ന് പറയുമ്പോൾ തന്നെ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇക്വേഷൻ ഒന്നുകൂടി റീറൈറ്റ് ചെയ്യാം. b × h അല്ലേ? ബേസ് × ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ എത്രയാ? 154 ആണ്. ഇനി b എത്രയാ? b നമ്മൾ വിളിച്ചിരിക്കുന്നത് എക്സ് എന്നാണ്. ബീനെ നമ്മൾ വിളിച്ചിരിക്കുന്നത് എക്സ് എന്നാണ്. അപ്പോൾ ബിക്ക് എക്സ് ഇട്ട് കൊടുക്കുന്നു. ഈ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 3x + 1. ഓക്കെ, അപ്പോൾ അതും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു.
3x+1 x ഇൻറ്റു 3x+1 ഇസ് ഈക്വൽ ടു 154. ഓക്കെ അല്ലേ? ഇനി നമുക്കിവിടെ എന്ത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം അല്ലേ? ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. എക്സ് വെച്ച് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ 3x ഇൻറ്റു എക്സ് എന്ന് പറയുമ്പോൾ 3x² പ്ലസ് 1 ഇൻറ്റു എക്സ് എന്ന് പറയുമ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു 154. ഓക്കെ അല്ലേ? 154 ഇപ്പുറത്തേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ 3x² പ്ലസ് എക്സ് മൈനസ് 154 ഇസ് ഈക്വൽ ടു 0 എന്ന് കിട്ടി. ഓക്കെ അല്ലേ? വീണ്ടും നമ്മളൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനിലേക്ക് എത്തിയേക്കണേണ്. അപ്പോൾ ഇവിടെ നമുക്ക് സോൾവ് ചെയ്യാൻ വീണ്ടും ക്വാഡ്രാറ്റിക് ഫോർമുല ഉപയോഗിക്കുക. എ ബി സിയുടെ വാല്യൂ എടുത്ത് എഴുതുക. എ എന്ന് പറയുന്ന എക്സ്² കോഎഫിഷ്യൻറ്റ് 3 ആണ്. ബി എന്ന് പറയുന്ന എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് ആരുമില്ല, അപ്പോൾ 1 ആണ്. സി എന്ന് പറയുന്നത് -154 കോൺസ്റ്റൻറ്റ് ടേം. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുക്കാം. -b പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് b² മൈനസ് 4ac ഹോൾ ഡിവൈഡഡ് ബൈ 2a. ഓക്കെ, അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എത്ര വരും? -b എന്ന് പറയുമ്പോൾ -1. ഓക്കെ, പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് b² 1² മൈനസ് 4 ഇൻറ്റു എ എന്ന് പറയുമ്പോൾ 3 ഇൻറ്റു സി എന്ന് പറയുമ്പോൾ -154 ഹോൾ ഡിവൈഡ് ബൈ 2 ഇൻറ്റു 3. ഓക്കെ, 2 ഇൻറ്റു എ എന്ന് പറയുമ്പോൾ 3. അപ്പോൾ -1 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 1² എന്ന് പറയുമ്പോൾ 1 മൈനസ് ഈ നെഗറ്റീവും കൂടി ഇൻറ്റു ചെയ്യുമ്പോൾ എന്താവും? പോസിറ്റീവ് ആവും. 4 ഇൻറ്റു 3 ഇൻറ്റു 154. ഓക്കെ, 4 ഇൻറ്റു 3 ഇൻറ്റു 154 ചെയ്യുമ്പോൾ 1848 ഹോൾ ഡിവൈഡ് ബൈ 2 ഇൻറ്റു 3 എന്ന് പറയുമ്പോൾ 6. ഓക്കെ അല്ലേ? അപ്പോൾ -1 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 1848 പ്ലസ് 1 എന്ന് പറയുമ്പോൾ 1849. ഓക്കെ അല്ലേ? ഹോൾ ഡിവൈഡ് ബൈ 6. ഓക്കെ, ഇനി നമ്മൾ ഇത് നേരത്തെ ആൻസറാണേ. നമുക്ക് അടിയിലേക്ക് പോകാം അല്ലേ? ഓക്കെ, -1 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 1849. 1849ൻ്റെ റൂട്ട് എന്ന് പറയുന്നത് എത്രയാ? 1849ൻ്റെ റൂട്ട് ഫാക്ടറൈസ് ചെയ്ത് നോക്കുക, 43 കിട്ടും. ഓക്കെ, ഫാക്ടറൈസ് ചെയ്ത് നോക്കിയാൽ 43 ഡിവൈഡ് ബൈ 6. ഓക്കെ അല്ലേ? അപ്പോൾ -1 പ്ലസ് 43/6 അല്ലെങ്കിൽ -1 മൈനസ് 43/6. ഓക്കെ, ഇനി -1 പ്ലസ് 43 എന്ന് പറയുമ്പോൾ 42/6 ഡിഫറൻസ് സൈൻസ് വരുമ്പോൾ പ്ലസ് വലുതിൽ നിന്ന് ചെറുത് കുറച്ചിട്ട് വലുതിൽ നിന്ന് ഓർ -1 മൈനസ് 43 പറയുമ്പോൾ -44/6. ഓക്കെ അല്ലേ? 42 ഡിവൈഡ് ബൈ 6 എന്ന് പറയുമ്പോൾ 7 അല്ലെങ്കിൽ 44 ഡിവൈഡ് ബൈ 6 എന്ന് പറയുമ്പോൾ -7.3 കിട്ടും. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ, നമുക്ക് ലെങ്ത്തും ബ്രെഡ്ത്തും കണ്ടുപിടിച്ച് നോക്കാം. ബേസും ഹൈറ്റും കണ്ടുപിടിക്കാം. ഓക്കെ, നമ്മൾ ബേസിനെ എക്സ് എന്നാണ് വിളിച്ചത്. അപ്പോൾ എക്സ് നമ്മൾ 7 ഇട്ട് കൊടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഹൈറ്റ് എത്രയാവും? 3x+1. ഓക്കെ, 3x+1 എന്ന് പറയുമ്പോൾ 3 ഇൻറ്റു 7+1. ഓക്കെ, 21 + 1 എന്ന് പറയുമ്പോൾ 22. ഓക്കെ അല്ലേ? അപ്പോൾ പെർപെൻഡിക്കുലർ സൈഡ്സ് കണ്ടുപിടിക്കാനല്ലേ ക്വസ്റ്റനിൽ പറഞ്ഞത്, ഫൈൻഡ് ദ ലെങ്ത് ഓഫ് പെർപെൻഡിക്കുലർ സൈഡ്സ്. ഓക്കെ, അപ്പോൾ അത് എത്രയ്ക്കാം? 7ഉം അതേപോലെ തന്നെ 22. ഓക്കെ, മറ്റേ വാല്യൂ നെഗറ്റീവ് ആണ് അല്ലേ? നെഗറ്റീവ് ഒരിക്കലും ലെങ്ത് ആയിട്ട് വരില്ല, അതുകൊണ്ട് നമ്മളത് എടുക്കുന്നില്ല. നമുക്ക് എന്താണ് 7 മാത്രം മതി. ഓക്കെ അല്ലേ? അപ്പോൾ ഇതാണ് നമ്മുടെ സൈഡുകൾ. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അപ്പോൾ ഇത്തരം ചോദ്യങ്ങളായിരിക്കും പോളിനോമിയൽസ് ആൻഡ് ഇക്വേഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. വളരെ കുഞ്ഞൊരു ചാപ്റ്ററാണ്. ഓക്കെ, അപ്പോൾ അത് അത്രത്തോളം പ്രാധാന്യം കൊടുത്ത് നിങ്ങൾ പഠിക്കുക. ഓക്കെ, നല്ല രീതിയിൽ എക്സാം എഴുതുക. ഓക്കെ, താങ്ക് യു.